Hi dear friends, welcome to iPlus Training Solutions. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ടോപ്പിക് എന്ന് പറയുന്നത് കേറ്റിറ്റ് 1 and 2 വേണ്ടിയിട്ടുള്ള മാത്സുമായിട്ട് ബന്ധപ്പെട്ട് അഭാജ്യ സംഖ്യകൾ എന്നൊരു ഏരിയ ആണ്. കേറ്റിറ്റുകാർക്ക് മാത്രമല്ല LP UP LDs ഏതൊരു PSC എക്സാം എഴുതുന്നവർക്കും ഏറ്റവും ബേസിക് ആയിട്ട് അറിഞ്ഞിരിക്കേണ്ട മാത്സിൽ നിന്നുള്ളൊരു ഫാക്ട് ആണ് എന്ത് അഭാജ്യ സംഖ്യകൾ. കൂടുതലും പേരും തെറ്റിക്കുന്ന ഒരു ഏരിയ കൂടിയാണ്. ഓക്കെ, അപ്പൊ ഇന്ന് അഭാജ്യ സംഖ്യ എന്താണെന്നും എന്തൊക്കെയാണ് അതിന്റെ എന്താ പറയുക അതിന്റെ ഫാക്ടേഴ്സ് എന്തൊക്കെയാണെന്നുള്ളതും എന്തൊക്കെയാണ് അതിന്റെ മറ്റു പ്രോപ്പർട്ടീസ് എന്നുള്ളതും അതേപോലെ തന്നെ അതുമായിട്ട് ബന്ധപ്പെട്ട് കേറ്റിറ്റ് 1 and 2 ഇതിന് മുൻ വർഷങ്ങളിൽ ചോദിച്ചിരിക്കുന്ന കുറച്ച് ക്വസ്റ്റ്യൻസ് കൂടി നമുക്ക് വർക്ക്ഔട്ട് ചെയ്ത് ആ ഒരു ഏരിയ നമുക്ക് കംപ്ലീറ്റ് ചെയ്യാം. അതേപോലെ തന്നെ 15 ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ലാസ്റ്റ് 15ാമത്തെ ചോദ്യം എന്ന് പറയുന്നത് നിങ്ങൾക്കായുള്ള ചോദ്യമാണ്. അപ്പൊ ഈ ഒരു ഏരിയ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടോ എന്നും കൂടി ആ ഒരു ചോദ്യത്തിൽ നിങ്ങൾക്ക് മനസ്സിലാകും. ഓക്കെ, അതിന്റെ ആൻസർ എന്ത് ചെയ്യണം നിങ്ങൾ കമന്റ് ആയിട്ട് കൂടി രേഖപ്പെടുത്തുക. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, പ്രൈം നമ്പർ അഭാജ്യ സംഖ്യ എന്ന് പറയുന്ന ടോപ്പിക്കിലേക്ക് കടക്കാം. നോക്കിക്കേ, അതിനു മുമ്പ് നിങ്ങൾ പഠിക്കേണ്ട ഒരു ടോപ്പിക്കാണ് എന്തെന്ന് പറയുന്നത് നിസർഗ സംഖ്യ. ഓക്കെ, ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കുക, എന്നിട്ട് നമുക്ക് അഭാജ്യ സംഖ്യയിലേക്ക് പോകാം. ഈ നിസർഗ സംഖ്യ എന്നൊരു കൺസെപ്റ്റ് നിങ്ങൾ ക്വസ്റ്റ്യൻ പേപ്പറിൽ കണ്ടു കഴിഞ്ഞാൽ ഡൗട്ട് വരരുത്. നമ്മുടെ എണ്ണൽ സംഖ്യകളെയാണ് നിസർഗ സംഖ്യ, കൗണ്ടിങ് നമ്പേഴ്സ്, നാച്ചുറൽ നമ്പേഴ്സ് എന്നൊക്കെ പറയുന്നത്. അപ്പൊ നമുക്കറിയാം നമ്മൾ എണ്ണാൻ ഉപയോഗിക്കുന്ന സംഖ്യകളാണ്. നമ്മൾ ഒരിക്കലും എന്തെണ്ണില്ല 0, 1, 2, 3 എണ്ണോ ഇല്ല. നമ്മൾ എപ്പോഴും കൗണ്ട് ചെയ്യുന്നത് ഫ്രം ദി ബിഗിനിങ് അല്ലെ 1 തൊട്ടാണ് നമ്മൾ കൗണ്ട് ചെയ്യുന്നത് എപ്പോഴും. അപ്പൊ എന്താണ് 1, 2, 3, 4 എന്നീ സംഖ്യകളെ പറയുന്ന പേരാണെന്ത് എണ്ണൽ സംഖ്യ എന്ന് പറയുന്നത്. അതിന്റെ മറ്റൊരു പേരാണ് നിസർഗ സംഖ്യ. അപ്പൊ അതെന്ത് ചെയ്യുക, ഒന്ന് പഠിച്ചു വെച്ചിരിക്കുക. ഏറ്റവും ചെറിയ നിസർഗ സംഖ്യ ഏത്? കഴിഞ്ഞ കേറ്റിറ്റ് 1 ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആയിരുന്നു, ഏറ്റവും ചെറിയ നിസർഗ സംഖ്യ ഏത്? ഏതാണ് ഏറ്റവും ചെറിയ നിസർഗ സംഖ്യ എന്ന് പറയുമ്പോൾ അത് 1 ഏറ്റവും ചെറിയ എണ്ണൽ സംഖ്യ ഏതെന്ന് ചോദിച്ചാൽ നമുക്ക് എല്ലാവർക്കും അറിയാൻ പറ്റും അല്ലെ, ഈസിലി നമ്മൾ പറയും അത് 1 പക്ഷേ അവിടെ ചോദിച്ച ചോദ്യം എന്തായിരുന്നു? നിസർഗ സംഖ്യ എന്നുള്ളതായിരുന്നു. സോ അവിടെ നമുക്ക് എന്ത് ചെയ്യണം, ആൻസർ കണ്ടുപിടിക്കണമെങ്കിൽ നിസർഗ സംഖ്യ എന്ന് പറയുന്നത് എണ്ണൽ സംഖ്യയാണെന്നുള്ളൊരു ഫാക്ട് അറിഞ്ഞിരിക്കണം. ഓക്കെ, അപ്പൊ നമുക്ക് ഈ അഭാജ്യ സംഖ്യയിലേക്ക് വരുമ്പോൾ നമുക്ക് ഈ പറയുന്ന 1 മുതലുള്ള ഫാക്ട്സ് ആണ് നമുക്ക് അവിടെയും വേണ്ടത്. 1, 2, 3 അങ്ങോട്ടേക്കുള്ള നമ്പേഴ്സ് ആണ് വേണ്ടത്. അപ്പൊ എന്താണ് അഭാജ്യ സംഖ്യ അഥവാ പ്രൈം നമ്പർ എന്ന് ചോദിച്ചാൽ 1 വലിയതും കൃത്യമായി 2 ഘടകങ്ങൾ മാത്രമുള്ളതുമായ എന്താണ് സ്വാഭാവിക സംഖ്യകളെയാണ് എന്ത് പറയുന്നത് അഭാജ്യ സംഖ്യ എന്ന് പറയുന്നത്. ഓക്കെ, വല്ലതും മനസ്സിലായോ പറഞ്ഞ എന്താന്ന്? ഇത്രയേ ഉള്ളൂ സംഭവം. 1 നമ്മൾ ഭാജ്യമായിട്ടോ അഭാജ്യമായിട്ടോ കരുതില്ല. 1 വലിയ നമ്പർ നോക്കാം നമുക്ക്. 1 വലിയ നമ്പർ എന്ന് പറയുന്നത് 2 ഈ 2 എന്ന് പറയുന്ന നമ്പറിന് ഒന്നും നമുക്ക് എന്ത് എഴുതാം, 1ഉം 2ഉം മാത്രമാണ് നമുക്ക് ഫാക്ടേഴ്സ് ആയിട്ട് വരുന്നത്. 1 × 2 നമ്മൾ 2 എഴുതുന്നത് അല്ലെ. അപ്പൊ നെക്സ്റ്റ് നമ്പർ ഏതാണ് നമുക്ക് വരുന്നത്? 3 ഈ 3നെ നമുക്ക് എങ്ങനെ എഴുതാനായിട്ട് പറ്റും? 1, 3. സോ എന്ത് വരും? 1 × 3 മാത്രമാണ് ഇവിടെ ഫാക്ടേഴ്സ് ആയിട്ട് വരുന്നത്. 1ഉം 3ഉം മാത്രമാണ്. നെക്സ്റ്റ് നമ്പർ നോക്കാം, 4 എടുത്തു കഴിഞ്ഞാൽ 4നെ നോക്കിക്കേ, നമുക്ക് 1, 4 എഴുതാം. അതേപോലെ തന്നെ നമുക്ക് 2ഉം കൂടി ഫാക്ടർ ആയിട്ട് വരും. 1 × 4 4, 2 × 2 4. അപ്പൊ നമുക്ക് ഘടകങ്ങളായിട്ട് 1 വരുന്നുണ്ട്, 2 വരുന്നുണ്ട്, 4 വരുന്നുണ്ട്. അതായത് 1ഉം ആ സംഖ്യയും മാത്രമാണ് എന്ത് പാടുള്ളൂ, ഘടകങ്ങളായിട്ട് പാടുള്ളൂ. അങ്ങനെയുള്ള സംഖ്യകളെയാണ് നമ്മൾ അഭാജ്യ സംഖ്യകൾ അഥവാ പ്രൈം നമ്പർ എന്ന് പറയുന്നത്. സോ നെക്സ്റ്റ് വരേണ്ട ഏതാണ്? 5 5 എന്ന് പറയുമ്പോൾ നമുക്കറിയാം അത് 1 × 5 എന്ന് മാത്രമേ നമുക്ക് റെപ്രസെന്റ് ചെയ്യാൻ പറ്റൂ. നെക്സ്റ്റ് വരുന്നത് 6 നോക്കാം, നമുക്ക് എങ്ങനെയൊക്കെ എഴുതാൻ പറ്റും? 1 × 6 2 × 3 6 അതായത് 6ന്റെ ഘടകങ്ങൾ എന്ന് പറയുന്നത് 1 വരാം, 2 വരും, 3 വരും, 6 വരും. അപ്പൊ 6 എന്ന് പറയുന്നത് എന്തല്ല, ഒരു അഭാജ്യ സംഖ്യ, ഒരു പ്രൈം നമ്പർ അല്ല എന്ന് മനസ്സിലായില്ലേ? അപ്പൊ ഏതൊക്കെയാണെന്ന് നോക്കിക്കേ, 2, 3, 5, 7, 11, 13, 17, 19, 23, 29 ഇങ്ങനെ പോകും അഭാജ്യ സംഖ്യകള്. എങ്കിൽ ചോദിക്കട്ടെ, ഏറ്റവും ചെറിയ അഭാജ്യ സംഖ്യ ഏതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പഠിച്ചു വെക്കണം. എന്താണ് ഏറ്റവും ചെറിയ അഭാജ്യ സംഖ്യ? 2. ഇനി അത് തന്നെ ചോദിക്കും, ഇരട്ട സംഖ്യയായ ഒരേ ഒരു അഭാജ്യ സംഖ്യ ഏത്, അല്ലെങ്കിൽ ഇരട്ട സംഖ്യയായ അഭാജ്യ സംഖ്യ ഏതെന്ന് ചോദിച്ചാൽ അതും ഏതാണ്? 2 മാത്രമാണ് ഇരട്ട സംഖ്യയായ ഒരു അഭാജ്യ സംഖ്യ. വേറെ ഏത് നമ്പർ നമ്മൾ ഇരട്ട സംഖ്യ എടുത്താലും അതിന്റെ ഒരു ഫാക്ടർ ആയിട്ട്, ഇപ്പൊ ഞാൻ 24 എടുത്തു, 24 എടുത്താൽ അതിന് നമുക്ക് എങ്ങനെ എഴുതാനായിട്ട് പറ്റും? 2 × 12 24 അല്ലെ. ഏതൊരു ഇരട്ട സംഖ്യ എടുത്താലും നമുക്കതിനെ 2ന്റെ ഒരു ഘടകമായിട്ട് നമുക്കതിനെ റെപ്രസെന്റ് ചെയ്യാനായിട്ട് പറ്റും. അതുകൊണ്ടാണ് പറയുന്നത് ഏറ്റവും ചെറിയ അഭാജ്യ സംഖ്യയും ഒരേ ഒരു ഇരട്ട അഭാജ്യ സംഖ്യ എന്ന് പറയുന്നത് ഏതാണ്? 2. ഓക്കെ,
അങ്ങനെയാണെങ്കിൽ എന്താണ് ഭാജ്യസംഖ്യ? ഇതും ചോദിക്കാറുണ്ട്. ഭാജ്യസംഖ്യ കോമ്പോസിറ്റ് നമ്പർ അഥവാ സംയുക്ത സംഖ്യ. ചോദിച്ച ക്വസ്റ്റ്യൻ സംയുക്ത സംഖ്യ എന്നുള്ളതായിരുന്നു. അപ്പൊ അതും കൂടി ഒന്ന് അറിഞ്ഞിരിക്കുക. ഒന്നിനേക്കാൾ വലുതായിരിക്കണം, രണ്ടിൽ കൂടുതൽ ഘടകങ്ങൾ ഉണ്ടാവണം. നമ്മൾ നേരത്തെ പറഞ്ഞ എന്താ? ഒന്നിനേക്കാൾ വലുതായിരിക്കണം, പിന്നെ എന്താ പറഞ്ഞത്? 2 ഘടകങ്ങളെ പാടുള്ളൂ എന്ന് പറഞ്ഞു. ഇവിടെ എന്താണ് രണ്ടിൽ കൂടുതൽ? നമ്മൾ നേരത്തെ പറഞ്ഞു 4 എന്ന് പറയുന്നതിന് 1ഉം 2ഉം 4ഉം ഘടകങ്ങളാണ്. 6 എന്ന് പറയുമ്പോൾ 1, 2, 3, 6 ഘടകമാണ്. 8 എന്ന് പറഞ്ഞാൽ 1, 2, 4, 8 എന്ന് പറയുന്നത് ഘടകങ്ങളാണ്. രണ്ടിൽ കൂടുതൽ ഘടകങ്ങളുള്ള നമ്പേഴ്സിനെയാണ് നമ്മൾ ഭാജ്യസംഖ്യ അഥവാ കോമ്പോസിറ്റ് നമ്പർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ സംഖ്യകളെ നമ്മൾ മെയിൻ ആയിട്ട് നമ്മൾ എണ്ണൽ സംഖ്യയിലെ ഭാജ്യമുണ്ട് അല്ലെങ്കിൽ അഭാജ്യം. അഭാജ്യ സംഖ്യ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒന്നും ആ സംഖ്യയും മാത്രം ഘടകങ്ങളായിട്ട് വരണം. ഭാജ്യം എന്ന് പറയുമ്പോൾ എന്താണ്? രണ്ടിൽ കൂടുതൽ സംഖ്യകൾ ഘടകങ്ങളായിട്ട് വരണം. ഓക്കെ, നോക്കിക്കേ, ഇത് തന്നെ നോർമൽ ആയിട്ട് ചോദിക്കുന്ന കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ്. ഏറ്റവും ബേസിക് ആയിട്ട് ഏറ്റവും ചെറിയ അഭാജ്യസംഖ്യ ഏതാണ്? 2 ആണ്. ഏക ഇരട്ട അഭാജ്യസംഖ്യ ഏതാണ്? 2. 2 ഒഴികെയുള്ള എല്ലാ അഭാജ്യസംഖ്യകളും ഒറ്റ സംഖ്യകളാണ്. ഞാൻ കുറച്ചു മുമ്പ് പറഞ്ഞു തന്ന ഫാക്റ്റ് ആണ്. എല്ലാ അഭാജ്യസംഖ്യകളും എന്താണ്? ഒറ്റ സംഖ്യകളാണ്. 2 ഒഴികെ. 1 എന്ന് പറയുന്നത് എന്താണ്? അഭാജ്യസംഖ്യയല്ല. കാര്യം നമ്മൾ ഒന്നിന് എന്താണ് പറഞ്ഞിരിക്കുന്നത്? ഒന്നിന് ഘടകമായിട്ട് 1 മാത്രമേ ഉള്ളൂ. നമ്മൾ അഭാജ്യസംഖ്യയുടെ റൂൾ എന്താ പറഞ്ഞിരിക്കുന്നത്? ഒന്നിനേക്കാൾ വലുതുമായിരിക്കണം, 2 ഘടകമേ പാടുള്ളൂ എന്ന് പറയുന്നുണ്ട്. ഓക്കെ, ഏറ്റവും വലിയ അഭാജ്യസംഖ്യ അങ്ങനെ ഒന്നുണ്ടോ? കാര്യം നമുക്ക് സംഖ്യകൾ എന്ന് പറയുന്നത് അനന്തമാണ് അല്ലെ. ഇങ്ങനെ നമുക്ക് എവിടെ വരെ വേണമെങ്കിലും എഴുതി പോകാം. അപ്പൊ ഏറ്റവും വലിയ അഭാജ്യസംഖ്യ എന്ന് പറഞ്ഞാൽ നമുക്കത് ഫൈൻഡ് ചെയ്യാനായിട്ട് ബുദ്ധിമുട്ടാകും. എങ്കിൽ നമുക്ക് ചോദിക്കും ഏറ്റവും വലിയ 2 അക്ക സംഖ്യയായ അഭാജ്യസംഖ്യ, ഏറ്റവും വലിയ 1 അക്ക സംഖ്യയായ അഭാജ്യസംഖ്യ എന്നൊക്കെ പറഞ്ഞ് പരീക്ഷയ്ക്ക് ചോദിക്കാറുണ്ട്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യണം? ഇനി നമ്മൾ ബേസിക് ആയിട്ട് അറിഞ്ഞിരിക്കേണ്ട ഒരു ഇതാണ് 1 മുതൽ 100 വരെയുള്ള അഭാജ്യസംഖ്യകൾ എന്ന് പറയുന്നത്. ഇതെല്ലാം നിങ്ങൾ പഠിച്ചില്ലെങ്കിലും ഈ ഒരു ഓർഡർ നിങ്ങൾ അറിഞ്ഞിരിക്കണം. 1 മുതൽ 10 വരെ 2, 3, 5, 7 ഇത്രയുമാണ് അഭാജ്യസംഖ്യകൾ വരുന്നത്. അതായത് 4 അഭാജ്യസംഖ്യകളുണ്ട്. 11 മുതൽ 20 വരെ 11, 13, 17, 19 4 അഭാജ്യസംഖ്യ വരുന്നു. 21നും 30നും ഇടയ്ക്ക് 2 അഭാജ്യസംഖ്യകളേ ഉള്ളൂ. ചിലപ്പോൾ പരീക്ഷയ്ക്ക് അങ്ങനെ കയറി ചോദിക്കും. അതായത് 21നും 30നും ഇടയിൽ എത്ര അഭാജ്യസംഖ്യകൾ ഉണ്ടെന്ന് ചോദിക്കുമ്പോൾ നമ്മൾ അവിടെ നിന്ന് കുത്തിയിരുന്ന് കണ്ടുപിടിക്കേണ്ട. അതിനാണ് നമ്മൾ ഈ ഒരു കോഡ് പഠിക്കുന്നത്. എന്താണ്? 44 എന്താണ് പറയുന്നത്? 44 223 22321 ഇതാണ് അതിന്റെ കോഡ് എന്ന് പറയുന്നത്. 44 223 22321 ഈ ഒരു നമ്പർ നിങ്ങൾ പഠിച്ചു വെച്ചാൽ മതി. പരീക്ഷയ്ക്ക് ചോദിക്കുന്ന എന്തായിരിക്കും? ചിലപ്പോ 10 മുതൽ അല്ലെങ്കിൽ 1 മുതൽ 50 വരെയുള്ള അഭാജ്യസംഖ്യ എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ഇത് ഇവിടം വരെ കണ്ടുപിടിച്ചാൽ മതി. 51 മുതൽ 100 വരെ ഇത് ഇവിടം വരെയാണ്. അല്ലെങ്കിൽ ചോദിക്കാം 81നും 90നും ഇടയ്ക്കുള്ള അഭാജ്യസംഖ്യ ഏതായിരിക്കും? ഇതാണ് 81നും 90നും ഇടയ്ക്കുള്ള അഭാജ്യസംഖ്യകളുടെ എണ്ണം എന്ന് പറയുന്നത് 2 ആണ്. ഇനി ചോദിക്കാം അല്ലെ, ഏറ്റവും വലിയ 2 അക്ക സംഖ്യയായ അഭാജ്യസംഖ്യ കുറച്ചു മുമ്പ് ഞാൻ പറഞ്ഞു തന്ന ഫാക്റ്റ് ആണ്. അത് ഏതാണ്? 97 ആണ്. അത് ഇമ്പോർട്ടന്റ് ആണ്. ഏറ്റവും വലിയ 1 അക്ക സംഖ്യയായ അഭാജ്യസംഖ്യ അങ്ങനെ ചോദിച്ചാൽ ഏതൊക്കെയാണ്? 2, 3, 5, 7 ഇത്രയുമാണ് 1 അക്ക സംഖ്യയായ അഭാജ്യസംഖ്യകൾ. അപ്പൊ ഏതാണ് ഏറ്റവും വലുത് ചോദിച്ചാൽ അത് 7 ആണ്. ഓക്കെ, ഇനി നോക്കാം. 51നും 60നും ഇടയ്ക്കുള്ള അഭാജ്യസംഖ്യകളുടെ എണ്ണം എത്രയാണ്? 51നും 60 കണ്ടോ, ഇവിടെ ഏതാണ്? 2 എണ്ണമാണുള്ളത്. ഇനി ചോദിക്കട്ടെ 71നും 80നും ഇടയ്ക്കാണെങ്കിൽ 3. അപ്പൊ എന്താണ് കോഡ്? 44 223 44 223 22321 ഇങ്ങനെ തന്നെ പഠിച്ചു വെച്ചു. അപ്പൊ നമുക്കത് എളുപ്പമുണ്ട് കണ്ടുപിടിക്കാനായിട്ട്. ഇനി നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടത് ഈ പറയുന്ന 1 മുതൽ 100 വരെയുള്ള അഭാജ്യസംഖ്യകളുടെ എണ്ണം എത്രയെന്ന് ചോദിക്കാറുണ്ട്. 1/100 എന്ന് പറയുമ്പോൾ ഇതെല്ലാം കൂടി കൂട്ടണം. ടോട്ടൽ 25 അഭാജ്യസംഖ്യകളാണ് ആകെയുള്ളത്. 1 മുതൽ 100 വരെയുള്ള അഭാജ്യസംഖ്യകളുടെ എണ്ണം എന്ന് പറഞ്ഞാൽ 25 ആണ്. ഇനി പറയട്ടെ 1 മുതൽ 50 വരെയാണെങ്കിലോ 50 വരെ 15 അഭാജ്യസംഖ്യകളും 51 മുതൽ 100 വരെ 10 അഭാജ്യസംഖ്യകളുമാണ് ഉള്ളത്. ഇതെല്ലാം പരീക്ഷയ്ക്ക് പല തവണയായിട്ട് ചോദിച്ചിട്ടുണ്ട്. 51 മുതൽ 100 വരെയുള്ള അഭാജ്യസംഖ്യകളുടെ എണ്ണം എത്ര, അല്ലെങ്കിൽ 1 മുതൽ 100 വരെയുള്ള അഭാജ്യസംഖ്യകളുടെ എണ്ണം എത്ര, അല്ലെങ്കിൽ 1/50 എത്ര, 41/50 എത്ര, ഇങ്ങനെ റാൻഡം ആയിട്ട് ചോദിക്കാറുണ്ട്. അപ്പൊ എന്ത് ചെയ്യണം? നിങ്ങൾ ഈ ഒരു കോഡ് വെച്ചിട്ട് ഇത് പഠിച്ചിരിക്കണം. 44 223 22321. ഓക്കെ, അപ്പൊ ഇനി 71നും 80നും ഇടയ്ക്കുള്ള അഭാജ്യസംഖ്യകൾ 71, 73, 79 ആണ്. ഇത് നിങ്ങൾ ജസ്റ്റ് ഒരു ഐഡിയ ഉണ്ടാവണം നിങ്ങൾക്ക് ഈ അഭാജ്യസംഖ്യകൾ. ചിലപ്പോൾ ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ഇങ്ങനെയായിരിക്കും. താഴെ തന്നിരിക്കുന്നവയിൽ അഭാജ്യസംഖ്യ ഏതെന്നും പറഞ്ഞ് ചിലപ്പോൾ ഇങ്ങനെയൊക്കെ തരും. 68, 65, 71, 79 ഇങ്ങനെയൊക്കെ പറഞ്ഞു തരാം. 79 വരില്ല, 78 അങ്ങനെയൊക്കെ പറഞ്ഞു. അതിൽ നമുക്ക് ഏറ്റവും എളുപ്പം എന്ന് പറഞ്ഞാൽ ആദ്യം നോക്കേണ്ട എന്താണ്? ഇരട്ടസംഖ്യ ആണോ നോക്കാം. ഇരട്ടസംഖ്യകളെല്ലാം നമുക്ക് വെട്ടിക്കളയാം. പിന്നെ നിങ്ങൾ പഠിക്കേണ്ട ഒരു ക്വസ്റ്റ്യൻ ആണ്
അഞ്ചിൽ അവസാനിക്കുന്ന ഒരേ ഒരു അഭാജ്യ സംഖ്യയുള്ളൂ, അത് 5 മാത്രമാണ്. ഒരു വട്ടം ചോദിച്ച ക്വസ്റ്റ്യൻ ഇങ്ങനെയായിരുന്നു, 5ൽ അവസാനിക്കുന്ന അഭാജ്യ സംഖ്യകളുടെ എണ്ണം എത്ര എന്നും പറഞ്ഞ് ചോദിച്ചിട്ട് 1, 0, അനന്തം എന്നൊക്കെ പറഞ്ഞു തന്നു. എത്രയാണ്? നമുക്ക് വിചാരിക്കും കുറെ നമ്പേഴ്സ് ഉണ്ടല്ലോ, അപ്പൊ 5ൽ അവസാനിക്കുന്ന കുറെ ഉണ്ടാകുമെന്ന് ചിന്തിക്കരുത്. 5ൽ അവസാനിക്കുന്ന ഒരൊറ്റ നമ്പറേ ഉള്ളൂ. നമ്മൾ 2 പറഞ്ഞ പോലെ തന്നെയാണ്, 5ൽ അവസാനിക്കുന്ന ഏത് നമ്പർ എടുത്താലും നമുക്ക് അതിനെ 5ന്റെ ഒരു ഘടകമായിട്ട് എഴുതാൻ പറ്റും. ഇപ്പൊ 25 ആണെങ്കിൽ നമുക്ക് അതിനെ എന്ത് എഴുതാൻ പറ്റും? 5 × 5 എന്ന് എഴുതാം. ഓക്കെ, 35 ആണെങ്കിൽ നമുക്കതിനെ 7 × 5 35 ആണ്. 5ൽ അവസാനിക്കുന്ന ഏതൊരു വലിയ നമ്പർ, എത്ര വലിയ നമ്പർ എടുത്താലും നമുക്ക് അതിനെ 5 കൊണ്ട് പൂർണ്ണമായിട്ട് ഹരിക്കാൻ പറ്റും. അത് 5ന്റെ ഒരു ഫാക്ടർ ആയിട്ട് നമുക്ക് എഴുതാൻ പറ്റും. ഓക്കെ ആണല്ലോ. അപ്പൊ ഈ ഒരു ബോക്സ് നിങ്ങൾക്ക് ഒരു മനസ്സിലൊരു ഐഡിയ ഉണ്ടാവണം. 1 മുതൽ 100 വരെയുള്ള അഭാജ്യ സംഖ്യകളുടെ എണ്ണം 25 ആണെന്നും 1 മുതൽ 50 വരെ 15ഉം 51 മുതൽ 100 വരെ എത്രയാണ്? 10 ആണെന്ന് അറിഞ്ഞിരിക്കുക. ഓക്കെ, നോക്കിക്കേ ഇനി എന്താ പറഞ്ഞിരിക്കുന്നതെന്ന്. ഇരട്ട അഭാജ്യ വ്യത്യാസം 2ആയ അഭാജ്യ സംഖ്യകൾ എന്നാണ്. ഓക്കെ, ഇരട്ട അഭാജ്യ സംഖ്യകൾ, അതായത് ഇതിങ്ങനെ ചോദിച്ചിട്ടുണ്ട്, ട്വിൻ പ്രൈംസ് എന്ന് പറയും. നമുക്കറിയാം 3, 5, 7, പിന്നെ വരുന്നത് 11, 13, പിന്നെ വരുന്നത് 17, പിന്നെ 19 ഉണ്ട്, പിന്നെ ഏതാണ് വരേണ്ടത്? 19 അല്ലെ. ഇത് നമുക്ക് വേണ്ട ട്വിൻ ആണ്. ട്വിൻ എന്ന് പറയുമ്പോൾ അത് ഇത്രയേ ഉള്ളൂ. അവ തമ്മിലുള്ള വ്യത്യാസം എത്രയായിരിക്കണം? 2 ആയിരിക്കണം. ഇപ്പൊ കുറെ നമ്പേഴ്സ് വന്നിട്ട് പറയുവാണ് താഴെ തന്നിരിക്കുന്നവയിൽ എന്താണ് ട്വിൻ പ്രൈംസ് ഏതാണ്, അല്ലെങ്കിൽ ഇരട്ട അഭാജ്യ സംഖ്യ ഏതെന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് പറയാൻ പറ്റണം. ആ 2 അഭാജ്യ സംഖ്യകളുടെ വ്യത്യാസം എത്രയായിരിക്കണം? 2 ആയിരിക്കണം. ഇപ്പൊ ഞാൻ ചോദിക്കട്ടെ, 13ഉം 17ഉം അടുത്തടുത്ത് കിടക്കുന്ന നമ്പേഴ്സ് ആണ്, പക്ഷെ അവയുടെ വ്യത്യാസം എന്ന് പറയുന്നത് 4 ആണ്. അപ്പൊ നമുക്ക് അതിനെ ട്വിൻ പ്രൈം എന്ന് പറയാൻ പറ്റുമോ? ഇല്ല. ഇരട്ട അഭാജ്യ സംഖ്യ, വ്യത്യാസം എന്തായിരിക്കണം? 2 ആയ അഭാജ്യ സംഖ്യകളെയാണ് ഇരട്ട അഭാജ്യ സംഖ്യ എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ, മനസ്സിലായല്ലോ എന്താ ഫാക്ട് എന്നുള്ളത്. ട്വിൻ പ്രൈംസ് അല്ലെങ്കിൽ താഴെ തന്നിരിക്കുന്നവയിൽ ഇരട്ട അഭാജ്യ സംഖ്യ ഏത്, ഇരട്ട അഭാജ്യ സംഖ്യയായ ജോഡി ഏതെന്നൊക്കെ ചോദിച്ചാൽ പഠിച്ചു വെക്കണം. ഉത്തരം നോക്കിയാൽ മതി. ആ തന്നിരിക്കുന്നത് 2 അഭാജ്യ സംഖ്യ ആണോ എന്ന് ആദ്യം നോക്കണം, പിന്നെ എന്ത് നോക്കണം? അവ തമ്മിലുള്ള വ്യത്യാസം എത്രയാണ്. ഇപ്പൊ ചിലപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ തരാം, 72, 75 എന്ന് പറഞ്ഞു തരാം, അല്ലെങ്കിൽ 75ഉം 77ഉം തരാം. ഇപ്പൊ നോക്കിക്കേ, ഇത് തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത് 2 ആണ്, പക്ഷെ ഇവർ എന്താണ്? പ്രൈം അല്ല. അതും കൂടി ആലോചിക്കണം. ഓക്കെ, 77 എന്ന് പറയുമ്പോൾ നമുക്കതിനെ 11 × 7 എന്ന് എഴുതാം. 75 5ൽ അവസാനിച്ചാൽ അത് എന്താണ്? 5ന്റെ ഘടകമാണെന്നും കൂടി അല്ലെ, അങ്ങനെ എഴുതാനായിട്ട് പറ്റും. ഓക്കെ ആണല്ലോ. അപ്പൊ നെക്സ്റ്റ് എന്താണ് നോക്കിക്കേ, സഹഭാജ്യ സംഖ്യകൾ അഥവാ കോ പ്രൈം നമ്പേഴ്സ്. ഓക്കെ, ഇങ്ങനെ എന്നെ ചോദിക്കുന്നുണ്ട് താഴെ തന്നിരിക്കുന്നതിൽ കോ പ്രൈം നമ്പർ ഏതെന്നുള്ളത്. അതായത് ഇതിന്റെ ഫാക്ട് ഇത്രയേ ഉള്ളൂ, HCF 1 ആയിരിക്കണം. HCF സാഗ നിങ്ങൾ അതൊന്നും നോക്കണ്ട, ഇത്രയേ ഉള്ളൂ. ഈ 8 ഞാൻ പറയട്ടെ, 9ഉം 8ഉം ഇത് രണ്ടും എന്തല്ല? പ്രൈം നമ്പേഴ്സ് അല്ല. 9ഉം പ്രൈം അല്ല, 8ഉം പ്രൈം അല്ല, രണ്ടും കോമ്പോസിറ്റ് നമ്പർ ആണ്. പക്ഷേ ഇവ എന്താണ്? കോ പ്രൈം എന്ന് പറയും. കാര്യം ഈ 9ന്റെ ഫാക്ടേഴ്സ് എന്ന് പറയുന്നത് ഏതൊക്കെയാണ്? 9നെ നമുക്ക് എങ്ങനെയൊക്കെ ഘടകങ്ങളാക്കാൻ പറ്റും? 1 വരും, 3 വരും, 9 വരും. ഓക്കെ, 8നെ നമുക്ക് എങ്ങനെയൊക്കെ ഘടകങ്ങളാക്കാനായിട്ട് പറ്റും? 1 വരും, 2 വരും, 4 വരും, 8 വരും. ഓക്കെ ആണല്ലോ. പക്ഷെ ഇവയ്ക്ക് കോമൺ ആയിട്ടുള്ള ഘടകം എന്ന് പറയുന്നത് 1 മാത്രമേ ഉള്ളൂ അല്ലെ. 1 മാത്രമാണ് രണ്ടിനും കോമൺ ആയിട്ടുള്ള ഘടകങ്ങൾ എന്ന് പറയുന്നത്. അങ്ങനെയുള്ള നമ്പേഴ്സിനെ പറയുന്ന പേരാണ് കോ പ്രൈം നമ്പേഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ, പരസ്പരം അവ പ്രൈം ആണ്, കോ പ്രൈം എന്ന് പറയും. അതായത് ഇപ്പൊ നിങ്ങൾ വിചാരിക്കും അവിടെ ഈ പറയുന്ന 7 തന്നു, 7ഉം 8ഉം തന്നു, 7 പ്രൈം ആണ്, 8 പ്രൈം അല്ലല്ലോ എന്ന് വിചാരിക്കരുത്. ഇത്രയേ ഉള്ളൂ അതിന്റെ റൂൾ എന്ന് പറയുന്നത്. അതിന്റെ എന്താണ്? അതിന്റെ HCF എടുത്തു കഴിഞ്ഞാൽ അതിന് നമുക്ക് ഇങ്ങനെ വേറെ ഒരു നമ്പേഴ്സും അതിന് കോമൺ ആയിട്ട് ഫാക്ടർ വരാൻ പാടില്ല. ഇപ്പൊ ഞാൻ പറയട്ടെ, 9ഉം എടുത്തു, ഞാൻ 6ഉം എടുത്തു, ഇവ കോ പ്രൈം ആണോ? നോക്കിക്കേ, 9നെ നമുക്ക് എങ്ങനെയൊക്കെ എഴുതാൻ പറ്റും? 1, 9, 3 × 3 9. ഇവിടെ നോക്കിക്കേ, 1 വരും, 6 വരും, 3 വരും, 2 വരും. ഇവിടെ 1 കോമൺ ആണ്, 3 കോമൺ ആണ്. കണ്ടോ? അങ്ങനെയുള്ള സംഖ്യകളല്ല പറയുന്നത്. അപ്പൊ ഇതെന്തല്ല? കോ പ്രൈം അല്ല. 9ഉം 10ഉം എടുത്ത് നോക്കാം നമുക്ക്. 9ഉം 10ഉം, 9നെ നമുക്ക് 1, 9, 3 എന്ന് എഴുതാം. 10നെ ആണെങ്കിലോ 1, 2, 5, 10 എഴുതാം. പക്ഷേ 9നും 10നും കോമൺ ആയിട്ട് ഏതാണുള്ളത്? 1 മാത്രമാണുള്ളത്. മനസ്സിലായോ? അങ്ങനെയുള്ള സംഖ്യകളെയാണ് കോ പ്രൈം നമ്പേഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ. നെക്സ്റ്റ് നോക്കാം. ഓക്കെ, അപ്പൊ ഇത്രയുമാണ് നമുക്ക് ബേസിക് ആയിട്ട് അഭാജ്യ സംഖ്യകളെ പറ്റി പറയാനുള്ളത്. ഇനി നമുക്ക് എന്താണ്, ഒരു 15 ക്വസ്റ്റ്യൻ ഉണ്ട്. 14 ക്വസ്റ്റ്യൻ ഞാൻ ചെയ്യും. 15ാമത്തെ ക്വസ്റ്റ്യൻ നിങ്ങൾക്കുള്ളതാണ്. അത് എന്തായാലും നിങ്ങൾ ആൻസർ ആയിട്ട് കമന്റ് ചെയ്യണം. നോക്കാം നമുക്ക്. 1 മുതൽ 100 വരെ എത്ര അഭാജ്യ സംഖ്യകളുണ്ട്? 1 മുതൽ 100 വരെ ഞാൻ പറഞ്ഞു തന്നെ എങ്ങനെയാണ്? 44, 223,
22321. ഇത് ക്ലാസ് കഴിയുമ്പോഴേക്കും ഈ ഒരു കോഡ് നിങ്ങളുടെ മനസ്സിലുണ്ടാവണം. ഇവിടെ എത്രയാണ്, മൊത്തം എത്രയാണ്, ഇവിടെ വരെ 15, ഇവിടെ 10. സോ 1 മുതൽ 100 വരെ 25 അഭാജ്യ സംഖ്യകളാണുള്ളത്. ഓപ്ഷൻ ബി ആണ് ആൻസർ ആയിട്ട് വരേണ്ടത്. നെക്സ്റ്റ് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം നമുക്ക്. 20-നും 30-നും ഇടയ്ക്കുള്ള അഭാജ്യ സംഖ്യകളുടെ എണ്ണം എത്ര? അപ്പൊ എന്ത് പഠിക്കണം, നമുക്ക് കോഡ് അറിയാലോ. എന്താണ്? 4422322321. ഈ ക്ലാസ് കഴിയുമ്പോൾ എന്ത് ചെയ്യണം, നിങ്ങൾ ഈ കോഡ് നല്ല പക്കയായിട്ട് പഠിച്ചിരിക്കണം കേട്ടോ. അപ്പൊ ഇവിടെ നോക്കാം. 4 എന്ന് പറയുന്നത് 1-നും 10-നും ഇടയ്ക്കാണ്. അടുത്തേതാണ് 11-നും 20-നും ഇടയ്ക്കാണ്. നെക്സ്റ്റ് വരുന്നത് 21-നും 30-നും ഇടയ്ക്ക് എത്ര എണ്ണമാണുള്ളത്? 2 എണ്ണം. അതായത് ഏതൊക്കെയാണ്? 23 ഉണ്ട്, 29 ഉണ്ട്. സോ ആൻസർ ആയിട്ട് വരേണ്ടത് ഏതാണ്? ഓപ്ഷൻ ബി, ഓപ്ഷൻ സി 2 ആണ് നമുക്ക് ആൻസർ ആയിട്ട് വരേണ്ടത്. ഓക്കെ, 2 എണ്ണമാണ് നമുക്ക് എന്തുള്ളത്? 20-നും 30-നും ഇടയ്ക്കുള്ള അഭാജ്യ സംഖ്യകളുടെ എണ്ണം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ നമ്മുടെ കേറ്ററ്റിന്റെ എക്സാം കഴിഞ്ഞതിന്റെ റിസൾട്ട് ഇപ്പോൾ പബ്ലിഷ് ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ വരുന്ന എക്സാം എന്ന് പറയുന്നത് ഉടനെ തന്നെ എക്സാം എന്തായാലും വിളിക്കും. നമ്മുടെ എല്ലാവരുടെയും അൾട്ടിമേറ്റ് ലക്ഷ്യം എന്താണ്? LPUP അല്ലെ. അപ്പൊ LPUP എക്സാമിന് മുമ്പ് LPUP നോട്ടിഫിക്കേഷൻ ഈ വർഷം അവസാനത്തോടു കൂടി വരാൻ ചാൻസ് ഉണ്ട്. സോ അതിന് മുമ്പ് നിങ്ങൾ എന്ത് ചെയ്യുക, മാക്സിമം ഈ പറയുന്ന കേറ്ററ്റ് 1ഉം 2ഉം 3ഉം ഒക്കെ എന്ത് ചെയ്യുക, പറ്റുന്നവർ ഏതൊക്കെയാണോ നമുക്ക് വേണ്ടത് അതൊക്കെ എന്ത് ചെയ്യുക, ക്ലിയർ ചെയ്ത് വെക്കുക. അങ്ങോട്ടേക്ക് പോകും തോറും നമുക്ക് എന്താണ് കിട്ടാനുള്ള ബുദ്ധിമുട്ടും കൂടി വരും. അപ്പൊ എന്ത് ചെയ്യുക, എത്രയും നേരത്തെ നമ്മൾ ഇതൊക്കെ എടുത്ത് കൈ വെക്കുന്നോ അത്രയും നല്ലതാണ്. സോ നമ്മുടെ I+ല് കേറ്ററ്റ് 1, 2, 3 എല്ലാത്തിന്റെയും കോച്ചിങ് അവൈലബിൾ ആണ്. നമുക്ക് നല്ല വ്യക്തമായിട്ട് മാത്സും അതേപോലെ തന്നെ നമുക്കറിയാം 1-നാണെങ്കിലും മാത്സ് ഉണ്ട്, 2-നും മാത്സ് ഉണ്ട്, കേറ്ററ്റ് 3 എന്ന് പറയുന്ന മാത്സ് മാത്രമായിട്ടുണ്ട് അല്ലെ. എല്ലാം നമുക്ക് പക്കയായിട്ട് പഠിച്ചിട്ട് വേണം നമുക്ക് എക്സാമിന് പോകാനായിട്ട്. അപ്പൊ ഈസി ആയിട്ട് നമുക്ക് എന്താ പറയുക, ക്രാക്ക് ചെയ്യാനായിട്ട് താല്പര്യമുള്ളവർ എത്രയും പെട്ടെന്ന് എന്ത് ചെയ്യുക, I+ൽ ജോയിൻ ചെയ്യാൻ ശ്രമിക്കുക. കാര്യം കേറ്ററ്റ് എന്ന് പറയുന്നത് ഒരു ടീച്ചർ എന്ന നിലയ്ക്ക് ഏറ്റവും അനിവാര്യമായ ഒരു ഘടകമാണിപ്പോൾ. കാര്യം ഇപ്പോൾ സെറ്റും നെറ്റും ഉള്ളവരൊക്കെ എന്താണ്, കേറ്ററ്റിന്റെ പുറകെ പോവുകയാണ്. കാര്യം അത് കിട്ടിയിട്ടേ കാര്യമുള്ളൂ എന്നുള്ളൊരു റൂള് വന്നിരിക്കുകയാണ്. സോ സ്വാഭാവികമായിട്ടും എല്ലാവരും അതിലേക്ക് തിരിയുകയാണ്. നമുക്കൊരു പ്രശ്നമാകുന്നതിന് മുമ്പ് നമുക്ക് എന്ത് ചെയ്യണം, നമുക്ക് ഈ എക്സാം ഒക്കെ നമുക്ക് എഴുതിയെടുക്കണം. ഓക്കെ, അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. 50-നും 100-നും ഇടയിലുള്ള അഭാജ്യ സംഖ്യകളുടെ എണ്ണം എത്ര? കണ്ണും പൂട്ടി എഴുതിക്കോ. 4422322321. ഓക്കെ, അപ്പൊ ഇവിടെയാണ് 50-നും 100-നും ഇടയ്ക്കില് 2 2 4. ഇവിടെ എത്രയാ? 4 2 6, 6 3 9, 9 1 10. ഇവിടം വരെ എത്രയാണ്? 15. ടോട്ടൽ എത്രയാണ്? 25. സോ 50-നും 100-നും ഇടയ്ക്ക് എത്രയാണ്? ഓപ്ഷൻ ബി 10 ആണ്. താഴെ പറയുന്നവയിൽ സംയുക്ത സംഖ്യ ഏത്? സംയുക്ത സംഖ്യ എന്ന് പറയുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു, അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ടായിരുന്നു. ഭാജ്യസംഖ്യ അഥവാ എന്താണ്, കോമ്പോസിറ്റ് നമ്പർ, ഇതാണ് ചോദിച്ചിരിക്കുന്നത്. സോ എന്താണ് ആൻസർ വരേണ്ടത്? 31, 37, 41, 49. ഏതാണ് ആൻസർ വരേണ്ടത്? ഈസി ആയിട്ട് നമുക്കറിയാം അല്ലെ, 49 ആണെന്നുള്ളത്. കാര്യം 49-നെ നമുക്ക് 7 × 7 നമുക്ക് എഴുതാനായിട്ട് പറ്റും. 1 × 49 49 ആണ്, 7 7 49 ആണ്. അതായത് 2-ൽ കൂടുതൽ ഘടകങ്ങൾ വേണം, അത്രയേ ഉള്ളൂ. ഓക്കെ, നെക്സ്റ്റ് നോക്കാം. ഏറ്റവും ചെറിയ അഭാജ്യ സംഖ്യയുടെയും ഏറ്റവും വലിയ 2 അക്ക അഭാജ്യ സംഖ്യയുടെയും തുക എത്ര? അപ്പൊ ഏറ്റവും ചെറിയ അഭാജ്യ സംഖ്യ എന്ന് പറയുന്നത് 2 ആണ്. ഏറ്റവും വലിയ 2 അക്ക അഭാജ്യ സംഖ്യ ഏതാണ്? അത് 97 ആണ്. അതിന്റെ തുകയാണ് ചോദിച്ചിരിക്കുന്നത്. എത്രയാണ്? 99 ആണ് ആൻസർ ആയിട്ട് വരേണ്ടത്. ഓപ്ഷൻ സി ആണ്. ഒറ്റയാനെ കണ്ടെത്തുക. 28, 14, 49. 28 ഇരട്ട സംഖ്യകൾ എന്തായാലും പ്രൈം ആയിട്ട് വരില്ല. പിന്നെ വരുന്ന 49 ആണ്. 49 എന്ന് പറയുന്നത് 7-ന്റെ സ്ക്വയർ ആണെന്ന് നമുക്കറിയാം. സോ ആൻസർ ഏതാണ്? 43 ആണ് എന്ത് ഇവിടെ പ്രൈം ആയിട്ട് വരുന്നത്. ഒറ്റയാനെ കണ്ടെത്താൻ പറയുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ബാക്കി 3-നും കോമൺ ആയിട്ട് എന്തെങ്കിലും പ്രോപ്പർട്ടി ഉണ്ടാവണം. ആ മാറി നിൽക്കേണ്ടതിന് അതിന് മാത്രമായിട്ട് എന്തെങ്കിലും ഒരു പ്രോപ്പർട്ടി വേണം. ഓക്കെ, നെക്സ്റ്റ് ആണ് 72-നെ അഭാജ്യ ഘടകങ്ങളാക്കിയാൽ എങ്ങനെ കിട്ടുമെന്നുള്ളത്. കഴിഞ്ഞ പരീക്ഷയുടെ ക്വസ്റ്റ്യൻ പേപ്പറാണ് ഇത്. എങ്ങനെയാണ് നമ്മൾ അഭാജ്യ ഘടകങ്ങളാക്കുന്നത്? നമ്മൾ ഹരിക്കുന്ന പോലെ തന്നെ നമ്മൾ LCM ഒക്കെ കണ്ടുപിടിക്കാൻ പഠിച്ചിട്ടുണ്ടല്ലേ. ഇതിന് നമ്മൾ എന്ത് ചെയ്യണം? ഏറ്റവും ചെറിയ ഇരട്ട സംഖ്യ ആയതുകൊണ്ട് ഏറ്റവും ചെറിയ അഭാജ്യ സംഖ്യയെ 2 കൊണ്ട് ചെയ്യണം. 2 കൊണ്ട് ചെയ്യുമ്പോൾ എത്രയാണ്? 72-ന്റെ പകുതി എന്ന് പറയുമ്പോൾ ഇവിടെ 36 വരും. അഗെയിൻ നമുക്ക് ഇരട്ട സംഖ്യയാണ് കിട്ടിയത്. വീണ്ടും 2 കൊണ്ട് ചെയ്യുമ്പോൾ ഇവിടെ എത്ര കിട്ടും? 18 കിട്ടും. അഗെയിൻ നമുക്ക് ഇവിടെ 2 കൊണ്ട് ചെയ്യാം. ഇവിടെ എത്ര കിട്ടും? 9 2 18. ഇനി നമുക്ക് 2 കൊണ്ട് പറ്റുമോ? ഇല്ല. സോ നെക്സ്റ്റ് എന്താണ് വരേണ്ടത്? 3 കൊണ്ട് ചെയ്യുക. ഇവിടെ ആൻസർ എത്ര കിട്ടും? 3 കിട്ടി. അഗെയിൻ 3 കൊണ്ട് നമുക്ക് ചെയ്യാം. ആൻസർ 1 കിട്ടി. സോ അഭാജ്യ ഘടകങ്ങളാക്കുമ്പോൾ ഇവിടെ എങ്ങനെയാണ് വരേണ്ടത്? 2 × 2 × 2 × 3 × 3. ഇതാണ് നമ്മുടെ ആൻസർ. അതായത് 2 എന്ന് പറയുന്ന എത്ര എണ്ണം ഉണ്ട്? 3 എണ്ണം. 2-ന്റെ ക്യൂബ് ഇൻറ്റു
3 പറയുന്ന എത്ര എണ്ണമുണ്ട്? 2 എണ്ണമാണുള്ളത്. സോ 3ന്റെ സ്ക്വയർ ആണ് വരേണ്ടത്. സോ 2ന്റെ ക്യൂബ് ഇൻറ്റു 3 സ്ക്വയർ ആണ് ആൻസർ ആയിട്ട് വരേണ്ടത്. ഓപ്ഷൻ ഡി ആണ് ആൻസർ എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ് 108ന്റെ അഭാജ്യ ഘടകങ്ങളുടെ എണ്ണം എത്ര? അപ്പൊ നമുക്ക് എന്ത് ചെയ്യണം? 108നെ ആദ്യം നമുക്ക് എന്ത് ചെയ്യണം? പ്രൈം ഫാക്ടറൈസേഷൻ ചെയ്യണം, അഭാജ്യ ഘടകമാക്കി മാറ്റണം. ഇവിടെ എന്ത് ചെയ്യണം? 2 കൊണ്ട് ചെയ്താൽ ഇവിടെ നമുക്ക് എത്ര കിട്ടും? 54 കിട്ടും. അഗെയിൻ നമുക്ക് ഇതിനെ 2 കൊണ്ട് ചെയ്താൽ എത്ര കിട്ടും? 27 കിട്ടും. 27ന് നമുക്ക് ഇനി 2 കൊണ്ട് ചെയ്യാൻ പറ്റില്ല. സോ അഗെയിൻ നമ്മൾ 3 കൊണ്ട് ചെയ്തു. ഇവിടെ എത്രയാണ്? 9 3 27. അഗെയിൻ നമുക്ക് ഇതിനെ 3 കൊണ്ട് ചെയ്താൽ ഇവിടെ 3 വരും. 3 കൊണ്ട് ചെയ്തു 1 കിട്ടി. ഓക്കെ, അപ്പൊ നമുക്ക് 108നെ അഭാജ്യ ഘടകങ്ങൾ ആക്കുമ്പോ എങ്ങനെയാ നമുക്ക് കിട്ടുന്നത്? 2 ഇൻറ്റു 2 ഇൻറ്റു 3 ഇൻറ്റു 3 ഇൻറ്റു 3. എത്ര എണ്ണം എന്നാണ് ചോദിച്ചിരിക്കുന്നത്? എത്ര എണ്ണം ഉണ്ട്? 5 എണ്ണം. സോ ആൻസർ ഏതാണ്? ഓപ്ഷൻ എ ആണ്. അതായത് നമുക്ക് ഇങ്ങനെയും തരും, 2ന്റെ സ്ക്വയർ ഇൻറ്റു 3ന്റെ ക്യൂബ്. എത്രയും ചോദിച്ചാൽ ഈ പവേഴ്സ് തമ്മിൽ കൂട്ടിയാൽ മതി. നിങ്ങൾ ഒരു കാര്യം ശ്രദ്ധിക്കണം, അഭാജ്യ ഘടകം എന്നാണ് ചോദിക്കുന്നതെങ്കിൽ മാത്രമാണ് ഇങ്ങനെ ചെയ്യേണ്ടത്. ഘടകങ്ങളുടെ എണ്ണം എന്ന് ചോദിക്കുമ്പോൾ റൂൾ ഇതല്ല, അത് വേറെയാണ്. അതായത് നമുക്ക് ഇപ്പൊ എ പവർ എം അതേപോലെ ബി പവർ എം എന്നും തന്നു കഴിഞ്ഞാൽ അതിനെ m+1 ഇൻറ്റു n+1 എന്നൊക്കെ പറഞ്ഞ് ചെയ്യാനുണ്ട്. അത് ഇപ്പൊ നിങ്ങൾ മൈൻഡിൽ വെക്കേണ്ട. ഒറ്റ കാര്യം ശ്രദ്ധിച്ചാൽ മതി, 108ന്റെ അഭാജ്യ ഘടകങ്ങളുടെ എണ്ണം, പ്രൈം നമ്പേഴ്സ്, പ്രൈം ഫാക്ടേഴ്സ് എത്രയെന്ന് ചോദിക്കുമ്പോഴാണ് ഈ ഡയറക്റ്റ് റൂൾ ചെയ്യേണ്ടത് കേട്ടോ. നെക്സ്റ്റ് നോക്കാം. താഴെ പറയുന്നത് സഹാഭാജ്യ സംഖ്യകൾ, കോ പ്രൈം നമ്പേഴ്സ്, അതാണ് ഈ ചോദിച്ചിരിക്കുന്നത്. പരസ്പരം പ്രൈം ആയിരിക്കുന്നത് ഏതൊക്കെയാണെന്ന് നോക്കാം. 8ന്റെ ഫാക്ടേഴ്സ് ഏതൊക്കെ വരും? നമുക്ക് 1 വരും, 2 വരും, 4 വരും, 8 വരും. 12 ആണെങ്കിലോ ഏതൊക്കെ വരാം? 1 വരും, 2 വരും, 6 വരും, 12 വരും. കോമൺ ആയിട്ട് 1ഉം 2ഉം 2ലും ഉണ്ട്. സോ ഇത് എന്തല്ല? കോപ്രൈം അല്ല. 15 20 കോമൺ ആയിട്ട് 1ഉം വരും, 5 വരും അല്ലെ. 5ലും 0ലും അവസാനിക്കുന്ന ഏത് നമ്പർ എടുത്താലും 5 ഫാക്ടർ ആണ്. സോ ഇതുമല്ല. 14ഉം 28ഉം ഇരട്ട സംഖ്യകളാണ്, ഒരിക്കലും അതും വരില്ല. 9ഉം 10ഉം നമുക്ക് നോക്കാം. 9ന്റെ ഫാക്ടേഴ്സ് 1ഉം 9ഉം 1 9 3 വരും. 10ന്റെ ഫാക്ടേഴ്സ് ആണെങ്കിലോ 1 2 5 10 വരും. സോ ആൻസർ കോമൺ ആയിട്ട് 1 മാത്രമേ ഉള്ളൂ. അപ്പൊ ഏതാണ്? 9ഉം 10നെയും നമുക്ക് സഹഭാജ്യ സംഖ്യകൾ എന്ന് പറയാം. ഓക്കെ, നെക്സ്റ്റ് നോക്കാം. താഴെ പറയുന്നവയിൽ ഇരട്ട അഭാജ്യ സംഖ്യകളുടെ ജോഡി ഏത്? ഇരട്ട അഭാജ്യ ട്വിൻ പ്രൈംസ് നമ്മൾ എന്താ പറഞ്ഞിരുന്നത്? തമ്മിലുള്ള വ്യത്യാസം എത്രയായിരിക്കണം? അത് 2 ആയിരിക്കണം. 11ഉം 13ഉം അഭാജ്യ സംഖ്യകളാണ്, തമ്മിലുള്ള വ്യത്യാസം 2 ആണ്. 13ഉം 17ഉം അഭാജ്യമാണെങ്കിലും വ്യത്യാസം എത്രയാണ്? 4 ആണ്. സോ ആൻസർ ഏതാണ്? ഇരട്ട അഭാജ്യ സംഖ്യ എന്ന് ചോദിക്കുമ്പോൾ ഓപ്ഷൻ എ ആണ്. അഭാജ്യ ഘടകങ്ങളുടെ എണ്ണം എത്ര? 2⁵5 5 ക്യൂബ് 7�8. ഇതൊന്നും നിങ്ങൾ ചെയ്യണ്ട. എന്താ ചെയ്യേണ്ടത്? 5 5ന്റെ ക്യൂബ് 7�8. ഈ പവേഴ്സിന് തമ്മിൽ കൂട്ടിയാൽ മതി. അഭാജ്യ ഘടകങ്ങളല്ലേ ചോദിച്ചിരിക്കുന്നത്. സോ പവേഴ്സിന് ഡയറക്റ്റ് കൂട്ടിയാൽ മതി. എത്ര വരും? 5ഉം 3ഉം 8, 8ഉം 8ഉം എത്രയാണ്? 16. ഓപ്ഷൻ സി ആണ് ആൻസർ. 5a + 3a + 8 ആണ് ചെയ്യേണ്ടത്. 16. ഓക്കെ, നെക്സ്റ്റ് നോക്കാം. ഒരു അഭാജ്യ സംഖ്യക്ക് എത്ര ഘടകങ്ങളുണ്ട്? എത്ര ഘടകങ്ങളാണ് അഭാജ്യ സംഖ്യക്കുള്ളത്? അഭാജ്യ സംഖ്യ എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം, 1ഉം ആ സംഖ്യയും മാത്രമേ ഘടകങ്ങളായി വരാൻ പാടുള്ളൂ. എന്താണ്? 1ഉം ആ സംഖ്യയും മാത്രം. ഇവിടെ ഏതാണ് വരേണ്ടത്? 2 ഘടകങ്ങളെ പാടുള്ളൂ. 1 ആ സംഖ്യ ആയിരിക്കണം, പിന്നെ ഏതാണ്? 1 ആയിരിക്കണം. താഴെ പറയുന്നവയിൽ ഏതാണ് അഭാജ്യ സംഖ്യകളുടെ ശരിയായ പ്രസ്താവന? എല്ലാ ഒറ്റ സംഖ്യകളും അഭാജ്യ സംഖ്യകളാണ് ആണോ? 9 എന്ന് പറയുന്നത് ഒരൊറ്റ സംഖ്യയാണ്. 9 എന്ന് പറയുന്ന ഒരു ഭാജ്യ സംഖ്യയാണ്, കോമ്പോസിറ്റ് നമ്പർ ആണ്, സംയുക്ത സംഖ്യയാണ് അല്ലെ. 9 എന്ന് പറയുമ്പോൾ നമുക്കറിയാം 3 × 3 9 ആണ്. അതൊരു ഭാജ്യ സംഖ്യയാണ്, അഭാജ്യമല്ല. ഇത് തെറ്റാണ്. എല്ലാ അഭാജ്യ സംഖ്യകളും ഇരട്ട സംഖ്യകളാണോ? അല്ല. നമ്മൾ പഠിച്ചു 2 മാത്രമാണ് ഇരട്ട സംഖ്യ, അഭാജ്യ സംഖ്യ. വേറെ ഏത് നമ്പർ എടുത്താലും അതിന്റെ ഒരു ഫാക്ടർ ആയിട്ട് നമുക്ക് എപ്പോഴും 2 എഴുതാൻ പറ്റും. 2 ഒഴികെയുള്ള എല്ലാ അഭാജ്യ സംഖ്യകളും ഒറ്റ സംഖ്യകളാണ്. ഓക്കെ, ഇത് ശരിയായിട്ട് വരും. 2 ഒഴികെയുള്ള എല്ലാ അഭാജ്യ സംഖ്യകളും ഒറ്റ. 1 ഒരു അഭാജ്യ സംഖ്യയാണ് ആണോ? അല്ല. 1 എന്ന് പറയുന്നതിന് നമ്മൾ ഭാജ്യമായിട്ടോ അഭാജ്യമായിട്ടോ കൺസിഡർ ചെയ്തിട്ടില്ല. ഓക്കെ, നെക്സ്റ്റ് നോക്കാം. താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകൾ പരിശോധിക്കുക. ഒന്നാമത്തെ പ്രസ്താവന പറയുന്നത് 2 ആണ് ഏക ഇരട്ട അഭാജ്യ സംഖ്യ. ശരിയാണ്, 2 മാത്രമാണ് നമ്മൾ ഇരട്ട അഭാജ്യ സംഖ്യ. 2 ഒഴികെയുള്ള എല്ലാ അഭാജ്യ സംഖ്യകളും ഒറ്റ സംഖ്യകളാണ്. ഇവിടെ എന്താണ്? 1 മാത്രം ശരി. ഇവിടെ എന്താണ്? 1ഉം 2ഉം ശരിയാണ്. ഓപ്ഷൻ സി. 2 പ്രസ്താവനകളും ഇവിടെ ശരിയായ പ്രസ്താവനകളാണ് തന്നിരിക്കുന്നത്. ഓക്കെ ആണല്ലോ.
ഇനി 15ാമത്തത് നിങ്ങൾക്കായുള്ള ചോദ്യമാണ്. ആൻസർ എന്തായാലും കമന്റ് ചെയ്യുക. താഴെ പറയുന്നവൽ ഏറ്റവും വലിയ ഒറ്റ അഭാജ്യസംഖ്യ. ഏറ്റവും ചെറുതല്ല ചോദിച്ചിരിക്കുന്നത്, ഏറ്റവും ചെറിയ ഒറ്റ അഭാജ്യസംഖ്യ. തെറ്റിപ്പോകരുത്. ആൻസർ എന്തായാലും കമന്റ് ചെയ്യുക. അപ്പൊ നമ്മുടെ അഭാജ്യസംഖ്യകൾ എന്ന് പറയുന്ന ഒരു ടോപ്പിക് ഇവിടെ കഴിഞ്ഞിരിക്കുകയാണ്. അപ്പൊ ഇതേപോലെയുള്ള കുഞ്ഞു കുഞ്ഞു ടോപ്പിക്കുകളുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. അപ്പൊ കേറ്റിട്ട് ഒരിക്കൽ കൂടി പറയുന്നു, കേറ്റിട്ട് 1, 2, 3 എല്ലാ സ്ട്രീമിന്റെയും കോച്ചിങ് നമ്മുടെ i+ൽ അവൈലബിൾ ആണ്. അപ്പോൾ ഏതൊരു സ്കൂളിൽ LP UP തന്നെ വേണമെന്നില്ല, ഏതൊരു സ്കൂളിൽ ചെന്നാലും നെറ്റും സെറ്റും ഒക്കെ ഉണ്ടെങ്കിൽ പോലും അവർ ചോദിക്കുന്നത് ഇപ്പൊ എന്താണ് കേറ്റിട്ടുണ്ടോ എന്നുള്ളതാണ്. അപ്പൊ എന്ത് ചെയ്യുക, ആ ഒരു കടമ്പ എല്ലാവരും എത്രയും പെട്ടെന്ന് പാസ്സാവട്ടെ. അപ്പൊ എന്ത് ചെയ്യുക, എത്രയും പെട്ടെന്ന് കോഴ്സിൽ ജോയിൻ ചെയ്യുക. നമുക്ക് എന്ത് ചെയ്യാം, അടുത്തൊരു ക്ലാസ്സിൽ നമുക്ക് വീണ്ടും കാണാം. താങ്ക്